കുക്കിംഗ് പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പയർതോരനാണ്. അപ്പോൾ അതിന് രണ്ടുപേരും അരിഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. വേഗം അരിഞ്ഞോ. നമുക്ക് ആദ്യം ഇത് അരിഞ്ഞ് വെക്കാം. പയർ അരിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിയാം. ഇന്ന് ഞാൻ ഈ കത്തിയും കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അരിയാൻ പറ്റുമോടി? അപ്പോൾ സൈസൊന്നും ഒരുപോലെ ആയിരിക്കില്ല. ചെയ്തോ. ഒരു ഉള്ളി, പച്ചമുളക്, കരിയാപ്പില ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പയർ അരിഞ്ഞിട്ടാണ് കഴുകിയത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഞാൻ 2 എണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ചതച്ചിടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാൻ 2 വറ്റൽമുളകും കൂടെ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ എണ്ണയിലോട്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. പിന്നെ ശകല ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിക്കാം. വെള്ളം വറ്റുന്നതിനനുസരിച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് നോക്കാം. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുക വേവോ വെന്തോ പിന്നെ ഉപ്പുണ്ടോ നോക്കാം. എല്ലാം പാകമാണ്. കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. അങ്ങനെ നമ്മുടെ പയർ മെഴുക്ക് വരട്ടിയതായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എങ്ങനെയുണ്ട് കുഞ്ഞേ? നല്ലതാ. എൻ്റെ വീട്ടിൽ ചോറ് കഴിക്കണേ.